നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. മഞ്ചേരി റോഡിലെ കടയിൽ നടന്ന മോഷണത്തിൽ അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടിയിൽ. എടവണ്ണ പെരകമണ്ണ സ്വദേശി വെള്ളാട്ടുചോല റഷീദാണ് പോലീസിന്റെ പിടിയിലായത്. ജുബൈലിൽ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറെടുക്കവെ മലപ്പുറം സ്വദേശി മരിച്ചു. നിലമ്പൂർ മുണ്ടേരി സ്വദേശി അബ്ദുൾ അസീസാണ് മരിച്ചത്. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് നിർധന കുടുംബത്തിന്റെ വീടും സ്ഥലവും ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തു. നിലമ്പൂർ പാത്തിപ്പാറയിലെ കൊടുന്തറ ബിനു അലക്സാണ്ടറിന്റെ പേരിലുള്ള 20.5 സെന്റ് സ്ഥലവും അതിന്റെ വീടുമാണ് ജപ്തി ചെയ്തത്. ചെറുപ്പളശ്ശേരിക്കടുത്ത് സ്ത്രീ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന പൊന്നാനി പെരുമ്പടപ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനിത കൊലപ്പെട്ട സംഭവത്തിലാണ് ഭർത്താവ് സത്യൻ അറസ്റ്റിലായത്. പൊന്നാനിയിൽ വേനലിൽ നഗരസഭ നേരിട്ട് കുടിവെള്ള വിതരണം ചെയ്തിട്ടും ജല അതോറിറ്റി പൊന്നാനി നഗരസഭയ്ക്ക് നൽകിയത് കോടികളുടെ കുടിശ്ശിക. നഗരസഭാ പരിധിയിൽ പൊതുവിതരണ പൈപ്പുകൾ വഴി കുടിവെള്ളം വിതരണം ചെയ്ത ഇനത്തിൽ 30 കോടി രൂപയുടെ കുടിശ്ശിക ബില്ലാണ് ജല അതോറിറ്റി നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ളത്. പൂക്കോട്ടുംപാടം അമരമ്പലത്ത് ഒച്ചുകൾ വില്ലന്മാരായി പ്രതിസന്ധി ഉയർത്തുന്നു. തോട്ടേക്കാട് ടർഫ് പരിസരത്ത് വൈകുന്നേരമാകുന്നതോടെ 100 കണക്കിന് ഒച്ചുകളാണ് അരിച്ചെത്തുന്നത്. ആഫ്രിക്കൻ ഒച്ച് ഇനത്തിൽപ്പെട്ടവയാണവ. വാർഡ് പുനർവിഭജന വിജ്ഞാപനത്തിന്റെ കരടു പട്ടികയിൽ മലപ്പുറം നഗരസഭയിൽ വർദ്ധിച്ചത് 5 വാർഡുകൾ. നിലവിലെ 40 വാർഡുകൾ ഇതോടെ 45 വാർഡായി മാറും. നടക്കാവിൽ റോഡരികിൽ നിർത്തിയിട്ട സ്വകാര്യ കാറിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്നത് കണ്ട് വിദ്യാർത്ഥികൾ ഭയന്നോടി. രാവിലെ 7-ന് നടക്കാവിലെ മദ്രസ വിദ്യാർത്ഥികളാണ് പാമ്പിനെ കണ്ടത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.